ഇംഗ്ലീഷിൻ്റെ ഒന്നാം ഭാഗം കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ ഈ രണ്ടാം ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക. രണ്ടാം ഭാഗത്തിൽ നൗണിൻ്റെ തന്നെ 2 വിഭാഗങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളത് പ്രത്യേകമായിട്ട് പഠിച്ച് വച്ചിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, സിംഗുലർ നൗൺസും പ്ലൂറൽ നൗൺസും. അപ്പോൾ നമുക്ക് നോർമലി കാണുമ്പോൾ തന്നെ അറിയാം, ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, വുമൺ വിമൻ, മാൻ മെൻ. ഈ ഡിഫറൻസ് നമുക്കറിയാം. അതായത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അത് മാനാണ്, ഒന്നിൽ കൂടുതൽ പേര് നിന്നാൽ അത് എന്താണ്, മെന്നാണ്. പുരുഷന്മാർ നിന്നാൽ, ഒരു ആൺകുട്ടി നിന്നാൽ അതൊരു ബോയാണ്, ഒന്നിൽ കൂടുതൽ നിന്നാൽ അത് ബോയ്സാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എപ്പോഴും ഇങ്ങനെ എസ് ചേർത്തല്ല പ്ലൂറൽസ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത രീതിയിലും നമ്മൾ പ്ലൂറൽസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ ടൈപ്പ് പ്ലൂറൽസിനെ ഞാനിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കൺവേർട്ട് ചെയ്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്. അല്ലാതെ നോർമലി വരുന്ന ബോയ് ബോയ്സ് അങ്ങനെ സിംഗുലർ പ്ലൂറലായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ വിരളമായിരിക്കും. പ്രത്യേകിച്ച് UPSCയുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊന്നും വരില്ല. പക്ഷേ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലൂറൽസ് ക്രിയേഷൻ വരുമ്പോൾ നമ്മൾ അത് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ എക്സാമ്പിളുകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഈ ചില പ്ലൂറൽ ഇപ്പോൾ നോക്കിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു മാൻ, അത് മെന്നാണ്. കാരണം എ എന്ന് പറയുന്ന വൗവൽ ചേഞ്ച് ചെയ്ത് ഇ എന്ന വൗവലാക്കി മാറ്റിയിട്ടാണ് അവിടെ പ്ലൂറൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ വുമൺ വിമൻ ആണ്, ഫുഡ് ഫീറ്റാണ്, ടൂത്ത് ടീത്താണ്, മൗസ് മൈസാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ വൗവൽ ചേഞ്ച് ചെയ്തിട്ടാണ് പ്ലൂറൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ വേറെ ചില കേസ് നോക്കിക്കേ, നമ്മൾ എസ് തന്നെ ആ പ്രിൻസിപ്പൽ വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബ്രദർ ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ, അപ്പോൾ പ്രിൻസിപ്പൽ വേർഡിൻ്റെ കൂടെ എസ് ചേർത്തു. അതുപോലെ ഈ വൈസ് അഡ്മിറൽ, വൈസ് അഡ്മിറൽസ്, കോർട്ട് മാർഷ്യൽ, കോർട്ട്സ് മാർഷ്യൽ, കമാൻഡർ ഇൻ ചീഫ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്, റണ്ണർ അപ്പ്, റണ്ണേഴ്സ് അപ്പ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ആ പ്രിൻസിപ്പൽ വേർഡിൻ്റെ കൂടെ എസ് ചേർത്താണ് നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. ആ കാര്യങ്ങൾ ഇതൊക്കെ സ്പെഷ്യൽ കേസുകളാണ്. ഇതെല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി വേറെ ചില വിഭാഗത്തിൽപ്പെട്ട അതുകൂടെ ഞങ്ങൾ പറയാം. അതായത് ഇപ്പോൾ ഓക്സ്, അത് ഓക്സനാണ്, ഡാറ്റം ഡാറ്റയാണ്, മീഡിയം മീഡിയയാണ്, സ്ട്രാറ്റം സ്ട്രാറ്റയാണ്, ഇൻഡെക്സ് ഇൻഡിസസ് ആണ്, ഫോർമുല ഫോർമുലയാണ്, അൽമിനസ് അൽമിനിയാണ്, കൊറിജണ്ടം കൊറിജണ്ടയാണ്. അപ്പോൾ ഇനി വേറെ ചിലതുണ്ട്. ഇപ്പോൾ ഷീപ്പ്, ഡിയർ, ഓഫ്സ്പ്രിങ്, കോൾഡ്, ഫിഷ്, സാൽമൺ, ഇതിനൊന്നും പ്ലൂറലില്ല. ഇത് തന്നെയാണ് അതിൻ്റെ പ്ലൂറൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് പഠിക്കണം.